ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ നമ്മുടെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഗേറ്റിനകത്തോട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയിലുള്ള കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സിൻ്റെ ഒക്കെയാണ് പെയിൻറ്റിങ്സ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു കോഫി ഷോപ്പിൽ നിന്ന് നമ്മൾ സാൻഡ്വിച്ചസ് ഒക്കെ കഴിച്ചു. പക്ഷേ അതിനടുത്ത് ഒരു KFC ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി സാൻഡ്വിച്ചസ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അത് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ KFC ആണ്. കാരണം റേറ്റ് വൈസ് വർത്തിയാണ് കുറച്ചും കൂടി. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ചെന്നൈ എയർപോർട്ടിൽ പോകുമ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിനടുത്തോട്ട് പോവാണ്. നമ്മളിവിടെ നിന്ന് കറൻസി ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തന്നെയാണ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോറക്സ് കാർഡ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഫോറക്സ് കാർഡ് എടുക്കുകയാണെങ്കിൽ അതൊരു മച്ച് ബെറ്റർ ഓപ്ഷനാണ്. ഇവിടെ നിന്ന് റിങ്കിറ്റ് ചേഞ്ച് ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ടത് തന്നെയാണ്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും മലേഷ്യയിൽ ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യും, അതുപോലെ ഡെബിറ്റ് കാർഡും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് വിഡ്രോവലിനാണെങ്കിലും ATM വിഡ്രോവൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കാർഡ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് മലേഷ്യൻ റിങ്കിറ്റ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കൊലാലംപൂർ അല്ലെങ്കിൽ മലേഷ്യയിലുണ്ട്. അപ്പോൾ നമുക്കത്ര റേറ്റ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അറൗണ്ട് 21 റുപ്പീസാണ് ഒരു റിങ്കിറ്റിനാവുന്നത്. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 20 റുപ്പി 50 പൈസയാണ് പെർ റിങ്കിറ്റിനായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് പൈസ ആദ്യം തന്നെ നമ്മൾ മേ ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്. എയർപോർട്ടിന് അകത്ത് തന്നെയുള്ള ATM-ൽ നിന്നാണ് നമ്മൾ വിഡ്രോ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ട്യൂൺസിൻ്റെ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. 1 വീക്ക് വാലിഡിറ്റി ഉള്ള ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് ഗ്രാബ് എന്ന് പറഞ്ഞ ടാക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടാക്സി എയർപോർട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് നമ്മൾ കൊലാലംപൂർ സിറ്റിയിൽ തന്നെയുള്ള ഒരു സമ്മർ സ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു മെർക്യൂ സമ്മർ സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സർവീസ് അപ്പാർട്ട്മെന്റിലായിരുന്നു നമ്മുടെ സ്റ്റേ. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അറൗണ്ട് 1 hour ജേർണി ഉണ്ടായിരുന്നു. വളരെ നല്ല ടാക്സി സർവീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ